ഞെട്ടില്ല, പക്ഷെ ഞെട്ടും. മലപ്പുറം കരുവാരക്കുണ്ടിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. ആണോ? മൈ ഗോഡ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയും യുവാവും റോഡിൽ നേർക്കുനേർ. അയ്യോ വാ ഇരിക്കി പറയണ്ടേ. പക്ഷേ ഇവിടെ ഇപ്പൊ പ്രശ്നം അതല്ല. എന്തായി സാർ? കൊളായി. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരു കടുവയെ നേരിട്ട് കണ്ടു എന്ന് കരുതിയാണ് ഒരു പഴയ ദൃശ്യം ഒരാൾ പ്രചരിപ്പിച്ചത്. സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. അയാൾക്കെതിരെ ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. യുവാവ് പറഞ്ഞത് കളവാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അത് ഫേക്ക്. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. മിക്ക ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ശബത്തി കുത്താതെ അളിയാ, ഒരബദ്ധം പറ്റിപ്പോയി. കടുവയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയായിട്ടാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരൻ പറ്റിച്ചത്. എന്താടാ പുച്ഛിച്ചൊരു ചിരി? രാവിലെ കിട്ടിയില്ലേ? പോ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എന്തായാലും എന്താ, ഞങ്ങൾക്ക് ജീവിച്ചു പോണം. അത്രേ ഉള്ളൂ സാർ. ആരാണ് ഈ വിദ്വാൻ? അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ. അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലോടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? അതെ, അല്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അല്ലേ? നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കണ്ട, വേറൊന്നുമല്ല. നിങ്ങൾ ജനങ്ങളെ മനഃപൂർവ്വം പരിഭ്രാന്തി വരുത്താൻ വേണ്ടി ഇമാര് വൃത്തികേടുകൾ ചെയ്യരുത്. അയ്യോ, ഞാൻ വഴിയാതാരമായി. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല, നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ? കടുവേണ്ട്. സത്യമാണ് സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവനെന്റെ ഈ തലയുടെ മോളിക്കൂടെ ചാടിപ്പോയത്. എവിടെ കടുവേണ്ടെന്ന്? ഈ ഭാഗത്ത് ഇത് ചടക്കേക്കൊണ്ട് വനഭാഗങ്ങളിൽ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ ഇല്ലാന്ന് ഞങ്ങൾ ഇത് ചെയ്തില്ല. പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ലല്ലോ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. ആക്ച്വലി എന്താണ് ഉണ്ടായത്? ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ ഓക്കെ.